ചോദിക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? 120 കോടി ജനത്തിൻ്റെ കഷ്ടപ്പാടും. ഹർഷ ഒന്ന് പറയാൻ അനുവദിക്ക്. ഹർഷ, ജനങ്ങളുടെ കഷ്ടപ്പാട് ഞാൻ അംഗീകരിക്കുന്നു, പക്ഷേ ഒന്ന് പറയാൻ അനുവദിക്കണ്ടേ? ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും അടുത്ത ക്വാർട്ടറിൽ നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ വളർച്ച അതിൽ ബാധിക്കുക തന്നെ ചെയ്യും. എന്താ സംശയം? ഒക്ടോബർ, നവംബർ, ഡിസംബറിലെ കണക്ക് വരുന്ന സമയത്ത് നമ്മൾ പുറകോട്ടടിക്കും. അതേ സമയത്ത് ഈ കള്ളപ്പണത്തെ ആശ്രയിക്കാതെ അടുത്ത ക്വാർട്ടറിൽ നമ്മൾ മുന്നോട്ട് പോകും. കാരണം ഇവിടെ നാണ്യപ്പെരുപ്പം കുറയും, രൂപയുടെ മൂല്യം കൂടും, നമ്മുടെ GDP റേറ്റ് വർദ്ധിപ്പിക്കും, എല്ലാ സാധനങ്ങളുടെയും വില കുറയും. തീർച്ചയായിട്ടും ഒരു എക്കണോമിക് വാറാണ്. അതുകൊണ്ട് ഒക്ടോബർ, നവംബർ, ഡിസംബറിലെ കണക്ക് വരുന്ന അവസരത്തിൽ നമ്മൾ മുന്നോട്ട് പോകും. മാർച്ച് ആകുന്ന അവസരത്തിൽ മുന്നോട്ട് പോകും. ശ്രീ ജോർജ് കുര്യൻ, ഞാൻ ചോദിച്ചത് 2.5 ലക്ഷം കോടിയുടെ കള്ളപ്പണത്തെ വെളിയിൽ കൊണ്ടുവരാൻ എന്ന പേരിൽ നടത്തുന്ന ഈ ഓപ്പറേഷന്റെ ചെലവ് എന്ന് പറയുന്നത് 2.5 ലക്ഷം കോടിയേക്കാൾ അധികമാണ്. അതൊരു യുദ്ധം സമാനമായ അന്തരീക്ഷം ആയതുകൊണ്ട് അങ്ങനെ വേണ്ടി വരുന്നു എന്നാണ് താങ്കൾ അപ്പോൾ വാദിക്കുന്നത്. അതെ, അതാണല്ലോ ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഡോക്ടർ മാത്യു കുഴൽനാടൻ, ശരിയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഈ പ്രശ്നങ്ങൾ, ഈ പറഞ്ഞതുപോലെ ATM മെഷീന്റെ വാവട്ടം, അതൊക്കെ 2000 നോട്ടിന്റെ പരുവത്തിന് വാവട്ടം തയ്യാറാക്കണമെന്നുള്ളത് സർക്കാരിന് മനസ്സിലാവുന്നത് ഈ പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷമാണ്. ആ വാവട്ടമൊക്കെ നന്നാക്കി 2000 നോട്ട് അതിലൂടെ വെളിയിൽ വരുന്ന അവസ്ഥയുണ്ടാകും. 500ന്റെ നോട്ടുകൾ ഇപ്പോൾ പ്രിന്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അത് ജനങ്ങളിൽ എത്തുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെയൊക്കെ വന്നതിന് ശേഷം ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. അങ്ങനെ പരിഹരിക്കപ്പെടുന്നത് കൊണ്ട് ആ ഡിസംബർ 30-ന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ രാജിവെക്കാമെന്നല്ല, എന്ത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങാം എന്നാണ് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത്. പക്ഷേ അതാണോ വേണ്ടത്? ഉദ്ദേശിച്ച ലക്ഷ്യം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ രാജിവെക്കും എന്നല്ലേ പ്രധാനമന്ത്രി പറയേണ്ടത്? ഹർഷൻ, എൻ്റെ ആദ്യത്തെ അപേക്ഷ, നമ്മുടെ ചർച്ച ഒരിക്കലും ഫോക്കസ് മാറിപ്പോകാൻ നിങ്ങൾ അനുവദിക്കരുത്. ഒന്ന്, ഈ നരേന്ദ്രമോദി ലക്ഷ്യം വെച്ചത് എന്താണ്? അദ്ദേഹം ഈ രാജ്യത്ത് ആദ്യത്തെ ദിവസം വലിയൊരു പ്രതീതി ഉണ്ടാക്കിയത് കള്ളപ്പണത്തിനെതിരെ ഒരു വലിയ യുദ്ധം ഈ സർക്കാർ നടത്തുന്നു, അത് വലിയൊരു പ്രഖ്യാപനമാണെന്നുള്ളതാണ്. ഹർഷൻ പറഞ്ഞ് ഞാൻ വളരെ ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യുകയാണ്. കള്ളപ്പണം എന്ന് പറയുമ്പോൾ എല്ലാ നിലയിലുള്ള അൺഅക്കൗണ്ടഡ് മണി ആലോചിക്കണം. അതിൻ്റെ അകത്ത് 87, ഞാൻ ആധികാരികമായ രേഖയല്ലാത്തതുകൊണ്ട് ഞാൻ കോട്ട് ചെയ്യുന്നില്ല, 87% ഓഫ് ദ ഇല്ലീഗൽ മണി ഇൻ ഇന്ത്യ ഈസ് ബീൻ സ്റ്റാഷ്ഡ് അബ്രോഡ് എന്നാണ് ഇന്ന് ഞാൻ ഒരെണ്ണത്തിൽ വായിച്ചത്. അതായത് 87% കൂടുതൽ പണം വിദേശത്താണ് കിടക്കുന്നത്. ബാക്കിയുള്ള 13% തന്നെ നമ്മൾ കണക്കൂട്ടിയാൽ മുഴുവൻ പണവും പണമായി ആരും കരുതി വെച്ചിട്ടില്ല. ഒരുപാട് പേരുടെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻ്റാണ്, ഒരുപാട് പേരുടെ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എന്നുകൊണ്ട് അങ്ങനെ വിവിധങ്ങളായ ഇത് കഴിഞ്ഞിട്ട് ഈ ക്യാഷായി അടുക്കി കയ്യിൽ വെച്ചിട്ടുള്ളത് 5% താഴെയുള്ള കള്ളപ്പണക്കാർ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ പലരോടും സംസാരിച്ചതിൽ മനസ്സിലാവുന്നത്. അപ്പോൾ ഈ കള്ളപ്പണത്തിനെതിരെയുള്ള ഈ ഒരു നടപടി കവർ ചെയ്യുന്നത് കേവലം 5%-നകത്തുള്ള കള്ളപ്പണക്കാരെ മാത്രമാണ് എന്നത്. അതല്ല, മറിച്ചൊരു വാദമുണ്ടെങ്കിൽ ഇവിടെ ശ്രീ ജോർജ് കുര്യൻ തെളിയിക്കട്ടെ. അപ്പോൾ 5% വരുന്ന കള്ളപ്പണക്കാർക്കെതിരെയുള്ള ഒരു ഡ്രൈവ്, അത് എൻ്റെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റാണ്. കാരണം നരേന്ദ്രമോദിക്ക് മുമ്പിൽ എപ്പോഴും തൂങ്ങിക്കിടക്കുന്ന ഒരു ചോദ്യമുണ്ട് ജനങ്ങളുടെ. ഞാൻ അധികാരത്തിൽ വന്നാൽ 100 ദിവസത്തിനകത്ത് വിദേശത്തുള്ള കള്ളപ്പണം കൊണ്ടുവന്ന് ഓരോ ഇന്ത്യക്കാരനും 15 ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി എവിടെയാണ്? നിങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്താൻ വേണ്ടി ഒരു വെപ്രാളത്തിൽ കൊണ്ടുവന്ന സാധനമാണ്. ഞങ്ങളൊക്കെ ആദ്യമായി ഈ നടപടി വന്നപ്പോൾ അതിനെ സ്വാഗതം ചെയ്ത കൂട്ടത്തിലാണ്. അറ്റ് ദ സെയിം ടൈം ഇന്ന് മനസ്സിലാകുന്നത്, ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഇത്രയേറെ ഇന്നെഫിഷ്യൻ്റായ, ഇത്രയേറെ ദീർഘവീക്ഷണമില്ലാത്ത, ഇത്രയേറെ പിടിപ്പ് കേടോടുകൂടി ഇത് കൈകാര്യം ചെയ്ത ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാജ്യത്തിന് മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ പൈസ വിഡ്രോ ചെയ്തിട്ട് 2000-ൻ്റെ മണി ഇൻഫ്യൂസ് ചെയ്യാൻ മാർക്കറ്റിലേക്ക് തീരുമാനിക്കുന്നു. അതിനുവേണ്ടി രാജ്യത്തെ പോസ്റ്റ് ഓഫീസുകളും ബാങ്കുകളും ATMകളുമാണ് അതിൻ്റെ ഏറ്റവും വലിയ സോഴ്സായി വരുന്നത്. ആ ATMൽ ഈ പൈസ ഫിറ്റാകില്ല എന്ന് പോലും ഈ സർക്കാരിന് ഗണിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എത്ര
എത്രമാത്രം ലാഘവത്തോടു കൂടിയാണ് നിങ്ങൾ ഇതിനെ ഇറങ്ങി പുറപ്പെട്ടത്. ഞാൻ പറയട്ടെ, ശരിയാണ്, നമ്മളെല്ലാവരും പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും ഗവൺമെൻറ്റിനെയും പ്രശംസിക്കുമായിരുന്നു. എങ്ങനെയാണ്? ഒരു ദിവസത്തെ പ്രയാസം കഷ്ടപ്പാട്, 2 ദിവസത്തെ പ്രയാസം കഷ്ടപ്പാട് ജനങ്ങൾ സഹിച്ചേനെ ഇതുപോലത്തെ ഒരു കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ. ഇതെന്ന് നിങ്ങൾ പറയുന്നത് എന്താ? ഇത് അബ്സല്യൂട്ട് മിസ്മാനേജ്മെൻറ്റാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ നോട്ട് പിൻവലിക്കുക എന്ന നിർദ്ദേശം ഇതാദ്യമായി നരേന്ദ്രമോദി കണ്ടുപിടിച്ചാണെന്നുള്ള നിലയിൽ നിങ്ങൾ സംസാരിക്കരുത്. ഒരുപാട് വട്ടം സർക്കാരിൻ്റെ മുമ്പിൽ വന്ന നിർദ്ദേശമാണ്. ബോർഡ് ഓഫ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസിൻ്റെ നിർദ്ദേശം അടക്കം ഒരുപാട് വട്ടം സർക്കാരിന് മുമ്പിൽ വന്നപ്പോൾ ഒരു സർക്കാർ എന്താണ് ചെയ്തത്? UPA സർക്കാരിൻ്റെ കാലത്ത് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ചെയ്ത് നോക്കി. ശരിയാണ്, ഈ ഒരു ചെറിയ ഡ്രൈവ് കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് ഹർഷൻ പറഞ്ഞതുപോലെ അതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വിലയും. ഞാൻ പറയട്ടെ ഹർഷൻ, ഞാൻ വളരെ ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഇന്ന് ഈ കഷ്ടപ്പാടിനെ വിലയിരുത്തുന്നത് കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റ് വെച്ചിട്ടാണ്. കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയാൽ 1 കിലോമീറ്ററിനകത്ത് ഒന്നല്ലെങ്കിൽ ഒരു ബാങ്കോ അല്ലെങ്കിൽ ATM മറ്റ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളോ ഉണ്ട്. നമ്മൾ വടക്കേന്ത്യയിലേക്ക് നോക്കിയാൽ വടക്കേന്ത്യയിലെ ജനങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത കോടാനുകോടി ജനങ്ങൾ കള്ളപ്പണക്കാരുടെ കണക്കെടുത്തതുപോലെ ഇപ്പുറത്ത് നിൽക്കുന്ന ഈ ദുരന്തം അനുഭവിക്കുന്ന ആളുകളുടെ കണക്ക് കൂടി തീർച്ചയായും എടുത്തു പോകേണ്ടതുണ്ട്. ശ്രീ VS സുനിൽകുമാർ, ഇവിടെ 50% ഞാൻ തിരിച്ചു വരാം. അതെ, ശ്രീ VS സുനിൽകുമാർ, 60 കോടിയിലേറെ ജനം ഇവിടെ കൃഷിവേല ചെയ്ത് ജീവിക്കുന്നവരാണ്, കൃഷിയുമായി കാർഷിക വേല ചെയ്ത് ജീവിക്കുന്നവരാണ്. അവരെ കള്ളപ്പണക്കാരായി കണക്കാക്കാനാവില്ല. അത് അത്രയും പേർ, 60 കോടി ആദ്യം തന്നെ സർക്കാരിൻ്റെ ഈ നടപടിയുടെ ദുരന്തം അനുഭവിക്കുകയാണ്. 30 കോടി പേർക്ക് ഒരു തിരിച്ചറിയൽ രേഖയും ഇല്ലാത്തവർ ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. ആ 30 കോടി പേർ ഈ ദുരന്തം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം അനുഭവിക്കേണ്ടത് ഈ 2.5 ലക്ഷം കോടിയുടെ കള്ളപ്പണം 5% താഴെ വരുന്ന, 5%ഒന്നുമില്ല, അതിനേക്കാളൊക്കെ വളരെ താഴെയാണ്, ആ താഴെ വരുന്ന കള്ളപ്പണക്കാരുടെ പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. ഇതിനെ ബുദ്ധിശൂന്യമായ നടപടി എന്ന് പറയേണ്ടി വരുന്നത്. ഒറ്റയടിക്ക് ഈ കള്ളപ്പണം കണ്ടെത്താനല്ലേ, നല്ലതിനല്ലേ എന്ന് ജനമെല്ലാം ആവർത്തിച്ച് പറയും. പക്ഷേ ബുദ്ധിശൂന്യമായ നടപടി എന്ന് പറയേണ്ടി വരുന്നത്, നേരത്തെ മാത്യു പറഞ്ഞതുപോലെ 2000 രൂപ ഫിറ്റാകുമോ ഈ മെഷീനിൽ എന്ന് പോലും കണ്ടെത്താതെ ഈ ഒരു നടപടിയിലേക്ക് സർക്കാർ പോയതിലൂടെയാണ്. ഈ അനുഭവിക്കുന്ന ജനത്തെ എത്ര നാൾ നിങ്ങൾ നല്ലതിനു വേണ്ടിയല്ലേ ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്താൻ കഴിയും? ഹർഷ, ഇത് സത്യം പറഞ്ഞാൽ നാട്ടുമ്പുറത്തുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ സർക്കസിൽ അടിയാണത്. സർക്കസിൽ അടി വേദനിപ്പിക്കുന്ന അടിയല്ല, നല്ല ശബ്ദം കേൾക്കും. ആ ശബ്ദമല്ലാതെ ഇത് യഥാർത്ഥ കള്ളപ്പണക്കാരെ വേദനിപ്പിക്കാനോ യഥാർത്ഥ കള്ളപ്പണക്കാരന് ശിക്ഷ കൊടുക്കാനോ ഇത് കഴിയില്ല. ഞാൻ ആവർത്തിച്ച് കർശന 2 കണക്ക് ഇവിടെ പറഞ്ഞതിനെ പറ്റി നമ്മുടെ ബഹുമാനായിട്ട് BJPയുടെ വക്താവ് മറുപടി പറഞ്ഞില്ല. എത്ര ലക്ഷം കോടിയുടെ നോട്ട് ഇവിടെ ഇന്ത്യയിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്? എത്ര ലക്ഷം കോടിയുടെ കള്ളപ്പണം ഇവിടെ യഥാർത്ഥത്തിലുണ്ട്? അതിൽ എത്ര ലക്ഷം കോടിയുടെ കള്ളപ്പണം ഈ നോട്ടിൻ്റെ നിരോധനത്തിലൂടെ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്? ഒന്ന്, നേരത്തെ കുഴൽനാടൻ സൂചിപ്പിച്ച പോലെ വലിയ നോട്ടുകൾ നിരോധിച്ചത് ആദ്യത്തെ സംഭവമല്ല. ഇവിടെ 1000ൻ്റെ നോട്ട് നിരോധിക്കുന്ന സമയത്ത് 1 പവൻ സ്വർണത്തിൻ്റെ വില 200-300 രൂപയാണ്. ആ സമയത്ത് 1000ൻ്റെ നോട്ടുകൾ നാട്ടിലെ സാധാരണക്കാരായ ഒരു മനുഷ്യൻ പോലും കണ്ടിട്ട് പോലുമില്ല. ആ സമയത്ത് 1000ൻ്റെ നോട്ട് നിരോധിക്കുമ്പോൾ നോട്ട് കെട്ടുകൾ 1000ൻ്റെതാക്കി വെച്ച് കള്ളപ്പണം പൂഴ്ത്തിവെച്ച് ഒരുപാട് ആളുകളെ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇന്ന് 1000ൻ്റെയും 500ൻ്റെയും നോട്ടുകൾ എന്ന് പറയുമ്പോൾ സാധാരണ നിലയിൽ ഒരു നല്ല മീൻ 1 കിലോ മേടിക്കണമെങ്കിൽ 300 രൂപ കൊടുക്കേണ്ട സ്ഥലമാണ് കേരളത്തെ പോലുള്ള സംസ്ഥാനം. 1 കിലോ അരിയുടെ വില 35 രൂപയാണ്. ഒരു റൂമിൽ പോയി താമസിക്കണമെങ്കിൽ 400-500 ഏറ്റവും മിനിമം കൊടുക്കേണ്ടി വരും. അവനൊരു 3 സ്റ്റാർ ഹോട്ടലാണെങ്കിൽ 1000-ലധികം രൂപ കൊടുക്കേണ്ടി വരുന്ന സംസ്ഥാനമാണ്. 1 പവൻ സ്വർണത്തിൻ്റെ വില 22,000 രൂപയാണ്. അവിടെ 1000ൻ്റെയും 500ൻ്റെയും നോട്ടുകൾ കൈകാര്യം ചെയ്യുന്ന ജനം എന്ന് പറയുന്നത് സാധാരണ ജനമാണ്. ആ ജനത്തെ ഇതെങ്ങനെ എഫക്ട് ചെയ്യാൻ പോകുന്നു എന്ന് പോലും മനസ്സിലാക്കാതെ ഇത് പിൻവലിക്കുക വഴി ഗവൺമെന്റ് ജനങ്ങളെ കണ്ണിൽ പൊടിയിടുകയാണ്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. ഇന്ത്യയിലെ ബഹുരാഷ്ട്ര കുത്തക ഭീമന്മാരും ഇന്ത്യൻ മുതലാളിമാരും ഇന്ത്യയുടെ ബാങ്കുകളിൽ നിന്നും എടുത്തിരിക്കുന്ന പണം കിട്ടാക്കടമായി തിരിച്ചടയ്ക്കാത്ത പണമായി 2.5 ലക്ഷം കോടി രൂപ ഇവിടുത്തെ ബാങ്കുകൾ കൊടുക്കാനുണ്ട്. ആ ബാങ്കുകൾക്ക് കൊടുക്കാനുള്ള പണം പിടിച്ചെടുക്കാൻ 1,14,000 കോടി എഴുതി തള്ളിയിട്ടുണ്ട്. 1,14,000 കോടി എഴുതി തള്ളിയിട്ടുണ്ട്. അതിന്റെ ആരുടേതാണെന്ന് വെളിപ്പെടുത്താതിരിക്കാൻ സുപ്രീം കോടതിയിൽ കേസിന് പോയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഹർഷൻ, ഒരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ ബഡ്ജറ്റിലൂടെയും അതിന് മുമ്പത്തെ ബഡ്ജറ്റിലൂടെയും ഇവിടുത്തെ കുത്തക മുതലാളിമാർക്ക് അവർക്ക് നികുതി ഇനത്തിലൂടെ അവർക്ക് കൊടുത്തിരിക്കുന്ന സബ്സിഡി തന്നെ ഏകദേശം 6 ലക്ഷം കോടിയോളം രൂപയാണ്. 5 കൊല്ലം കൊണ്ട് 24 ലക്ഷം കോടിയുടെ നികുതി ഇളവ് കൊടുത്തുകൊണ്ട് കുത്തക മുതലാളിമാരെ സഹായിച്ചിട്ടുണ്ട്.
അതേ കുത്തക മുതലാളിമാര് 2.5 ലക്ഷം കോടി രൂപ തിരിച്ചടയ്ക്കാനുള്ള തിരിച്ചു വാങ്ങിയിട്ടില്ല എന്ന് മാത്രവുമല്ല, സ്വിസ് ബാങ്കിലൂടെ നേരത്തെ ഞാനും കുഴൽനാടനും പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. 15 ലക്ഷം രൂപ വീതം ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് BJP 10,000 കോടിയുടെ കണക്കൂടെ പറയുന്നുണ്ട്. 10,000 കോടി എന്ന് പറഞ്ഞാൽ സ്വിസ് ബാങ്കുകളിലുമൊക്കെ നിക്ഷേപിച്ചിരിക്കുന്ന തുക അനുസരിച്ചാണെങ്കിൽ അത് ഐസ്ബർഗിന്റെ ഒരു മുകൾ ഭാഗത്തെ ഒരു ടിപ്പ് മാത്രമാണ്. തീർച്ചയായും 32.5 ലക്ഷം കോടി രൂപയിൽ 32.5 ലക്ഷം കോടി രൂപയ്ക്ക് മുന്നിൽ 10,000 കോടിയൊന്നുമല്ല. ഞാൻ തിരിച്ചു വരാം ശ്രീ VS സുനിൽകുമാർ, ശ്രീനാഥിലേക്ക് കൂടി. ജനം അനുഭവിക്കുന്ന ആ വിഷയത്തിന്റെ, ആ ബുദ്ധിമുട്ടിന്റെ നേർക്കാഴ്ച അത് നേരിട്ട് കാണുന്ന ആളാണല്ലോ അദ്ദേഹം. ശ്രീനാഥ്, ഈ ഇപ്പോഴത്തെ അവസ്ഥ എത്ര നാൾ തുടരും എന്നാണ് ഒരു ബാങ്കിന്റെ സാഹചര്യത്തിൽ നിന്ന് പരിശോധിച്ചാൽ മനസ്സിലാവുക? ഇപ്പോഴത്തെ അവസ്ഥ ഉടനെ ഒന്നും തീരില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം 500-ന്റെ നോട്ടുകൾ ഇപ്പോൾ പ്രിന്റ് ചെയ്തു പലയിടങ്ങളിലും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 500-ന്റെ നോട്ടുകൾ നമ്മുടെ കേരളത്തിലെ ട്രഷറികളിലൊന്നും എത്തിയിട്ടില്ല. ഞാൻ ഇന്നത്തെയും കണക്കനുസരിച്ച് 3 മഹാനഗരങ്ങളിൽ മാത്രമാണ് എത്തിയിട്ടുള്ളത്, കേരളത്തിലും എത്തിയിട്ടില്ല. അപ്പോൾ 100-ന്റെ നോട്ടുകളും ഇന്നിപ്പോൾ നമുക്ക് നമ്മുടെ ട്രിവാൻഡ്രം ട്രഷറി കിട്ടിയിരിക്കുന്ന 1.5 കോടിയുടെ നോട്ടാണ്, ഒരു 60 ബാങ്ക് ബ്രാഞ്ചുകൾക്കായിട്ട്. അത് ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടെന്നുള്ള കാര്യം എല്ലാം വാസ്തവമാണ്. ഒരു സ്പോഞ്ചിൽ നിന്നും പൂർണ്ണമായിട്ട് വെള്ളം മാറ്റിയിരിക്കുകയാണ്. ഈ വെള്ളം മൊത്തമായി ഈ സ്പോഞ്ചിലേക്ക് വരാനുള്ള കുറച്ച് സമയമെടുക്കും, അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ കൊണ്ടുപോകുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒരു ഭയമുണ്ട്. ഈ നോട്ടുകളെല്ലാം സർക്കുലേഷനിൽ വന്നിട്ടില്ല. ഇപ്പോൾ ഈ 2000-ന്റെ നോട്ടുകളാണെങ്കിലും 100-ന്റെ നോട്ടുകളാണെങ്കിലും നമ്മൾ പരിശോധിച്ചാൽ ബാങ്കിൽ നിന്ന് പോയിട്ടുള്ള നോട്ടുകൾ തിരിച്ച് റെസിപ്റ്റായിട്ട് ബാങ്കിൽ വരുന്നില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോഴും ഈ 100-ന്റെ നോട്ടുകളും 2000-ന്റെ നോട്ടുകളും